प्यारे दोस्तों, आदाब अर्ज़। 10वीं जमात के अगले उर्दू ऑनलाइन क्लास से सबको खैर मुकद्दम। गुज़रा हुआ ऑनलाइन क्लास में हमने हमारा पहला यूनिट के पहला सबक के बारे में अच्छी तरह चर्चा किया था और आज हमने हमारा दूसरा सबक के बारे में चर्चा करेंगे। इसके पहले मैं एक वाक़या आपसे कहना चाहता हूँ कि आप सुना होगा पिछले दिन में यानी गुजरे हुए दिन में आपने अखबारों में या टीवी चैनलों में आप सुना होगा ये एक वाक़या, एक अच्छा वाक़या है कि हमारा केरला के वायनाड की एक नौजवानी लड़की के बारे में। उनकी नाम है श्रीधन्या सुरेश IAS। उन्होंने एक गरीब ख़ानदान से आया एक नौजवानी लड़की थी। क्या था उनकी ख़ास यानी खुसूसी क्या था? वो एक गरीब ख़ानदान की लड़की थी और उनकी माँ बाप बिल्कुल सादा सीधा लोग था है, तो भी उनकी उम्मीद हासिल करने के लिए उन्होंने अच्छी तरह कोशिश किया और उनकी वो उम्मीद, उनकी वो ख्वाहिश उन्होंने क्या किया, हासिल किया। उन्होंने अच्छी तरह पढ़ा, कोशिश किया और आखिर उन्होंने एक IAS ऑफिसर बन गई। वही ये बात आप सुना होगा। उनकी नाम एक बार भी मैं बताऊं, श्रीधन्या सुरेश। अगर आप नहीं सुना तो उनके बारे में नहीं सुना तो आप आज ही क्या करना चाहिए, YouTube में सर्च करो श्रीधन्या सुरेश के बारे में, आपको ज़रूर मिलेगा उनकी बातें। और अभी मैं आपको एक तस्वीर दिखाता हूँ, यानी आपकी दरसी किताब में है वो तस्वीर, आपको अभी देख सकते हैं। उनमें क्या है, एक अम्मा है और उनकी बेटा है और वो लोग क्या कर रहे हैं, अम्मी की कंधे पर रखकर वो क्या कर रहा है, बेटा एक आम तोड़ता है। यानी वो क्या है, वो उसमें क्या निशान देता है आपको, नहीं तो उसमें से हमको क्या मुराद मिलते हैं। उनका मायना यही है, अपनी बेटे का वो उम्मीद, वो ख्वाहिश हासिल करने के लिए अपनी माँ क्या कर रहा है, उनको मदद करता है। ठीक है, നമ്മളെന്താ പറഞ്ഞു, നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ എന്ത് ചെയ്തിട്ടുണ്ട്, കുറച്ച് മുമ്പത്തെ ഒന്നാമത്തെ പാഠത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് അല്ലേ. നമ്മൾ ഈ പാഠം ചർച്ച ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഒരു ചെറിയ സംഭവമായിരുന്നു. വയനാട്ടിലുണ്ടായ ഒരു പെൺകുട്ടിയുടെ, ഒരു പിന്നോക്ക വിഭാഗത്തിൽ നിന്ന് വന്ന ഒരു പെൺകുട്ടിയുടെ കഥയായിരുന്നു അല്ലേ. വളരെ പാവപ്പെട്ട കുടുംബത്തിൽ നിന്നും മുന്നോട്ട് വന്ന ശ്രീധന്യ സുരേഷ് എന്ന പെൺകുട്ടിയുടെ കഥയാണ്. അവരുടെ പരിശ്രമത്തിൻ്റെ ഫലമായി, അവരുടെ വീട്ടുകാരുടെ സപ്പോർട്ടിൻ്റെ ഫലമായിട്ട് അവരെന്ത് ചെയ്തു, ഒരു IAS ഓഫീസറായി എന്നുള്ളതാണ്. നമ്മൾ ആ ചിത്രത്തിൽ കണ്ടതും അതുപോലെയാണ്. തൻ്റെ മകൻ്റെ ആ ആഗ്രഹം സഫലീകരിക്കാൻ വേണ്ടി, ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ വേണ്ടി അമ്മ തൻ്റെ ഷോൾഡറാണ് കാണിച്ചു കൊടുക്കുന്നത് അല്ലേ. കന്ധ എന്ന് പറഞ്ഞാൽ ഷോൾഡർ എന്നാണ് അർത്ഥം. ആ ഷോൾഡറിൽ നിന്നിട്ടാണ്, തൻ്റെ അമ്മയുടെ ഷോൾഡറിൽ നിന്നിട്ടാണ് ആ കുട്ടി മാങ്ങ പറിക്കുന്നത്. അമ്മയുടെ ആ മകൻ്റെ ആഗ്രഹം മകൻ നിറവേറ്റുന്നത് എന്നുള്ളതാണ്. നമുക്ക് നോക്കാം, നമ്മുടെ പാഠത്തിലേക്ക് നടക്കാം. നമ്മുടെ പാഠത്തിൻ്റെ പേര് മെഹനത്ത് രംഗിലായി. ക്യാ ഹെ? മെഹനത്ത് രംഗിലായി. എന്താ മെഹനത്ത്? अब ज़्यादा सुना है मेहनत, आपको मालूम है കഠിനാധ്വാനം. വഹി കഠിനാധ്വാനം അല്ലേ. മെഹനത്ത് രംഗിലായി, അധ്വാനം ഫലം കാണുക എന്നുള്ളതാണ്. അധ്വാനത്തിൻ്റെ ഫലം കാണുക എന്നുള്ളതാണ്. ഒന്ന് നോക്കാം, ഞാനൊന്ന് വായിക്കാം, കൂട്ടത്തിൽ അതിൻ്റെ അർത്ഥം ചെറുതായിട്ടൊന്ന് പറഞ്ഞു പോവാം. ഓക്കെ, ശ്രദ്ധിച്ച് കേൾക്കുക. ज़माना गुजरता गया, लक्ष्मी मामूल के मुताबिक अपने काम में मसरूफ़ होती रही. ज़माना गुजरता गया, കാലം കഴിഞ്ഞുപോയി അല്ലേ, കഴിഞ്ഞുപോയി. ലക്ഷ്മി മാമൂൽ കെ മുതാബിക് അപ്നെ കാം മേ മസ്റൂഫ് ഹോത്തി രഹി. ലക്ഷ്മി പതിവ് പോലെ, ലക്ഷ്മി എന്ന ആള് പതിവ് പോലെ തൻ്റെ ജോലിയിൽ വ്യാപൃതനായി, അല്ലെങ്കിൽ തൻ്റെ ജോലിയിൽ മുഴുകിക്കൊണ്ടേയിരുന്നു എന്നുള്ളതാണ്. उसकी पेशानी पर ज़माने की बनाई हुई झुरियाँ साफ साफ दिखाई दे रही थी. എന്താ ജുരിയ എന്ന് പറഞ്ഞാൽ
जो हम बूढ़ा हो जाएगा तो हमारे क्या मुंह में या पेशानी में झुर्रियाँ आएंगी. क्या है झुर्रियाँ? वो ये ചുക്കിച്ചുളിവുകൾ എന്ന് പറയും അല്ലേ. उसकी पेशानी पर അവരുടെ നെറ്റിയിൽ, ലക്ഷ്മിയുടെ നെറ്റിയിൽ जमाने की बनाई हुई झुर्रियाँ साफ साफ दिखाई दे रही थी. കാലഘട്ടം ഉണ്ടാക്കി വെച്ച, കാലം ഉണ്ടാക്കി വെച്ച നല്ല ചുളിവുകൾ, ചുക്കിച്ചുളിവുകൾ സാഫ് സാഫ് നല്ല രീതിയിൽ, വൃത്തിയായ രീതിയിൽ കാണുന്നുണ്ടായിരുന്നു അല്ലേ. ദിക്കായി ദേ രീതി, കാണാൻ സാധിക്കുമായിരുന്നു എന്നുള്ളതാണ്. फिर भी उसके दिल में उम्मीद की किरणें बाकी थी. फिर भी उसकी दिल में उम्मीद की किरणें बाकी थी. क्या है उम्मीद? പ്രതീക്ഷ. പ്രതീക്ഷ എന്നുള്ളതാണ് ഉമ്മീദ്. ഉമ്മീദ് കി കിരണേം ബാക്കി തി. ഉമ്മീദ് പ്രതീക്ഷയുടെ കിരണങ്ങൾ, പ്രതീക്ഷയുടെ കിരണങ്ങൾ അവരുടെ മനസ്സിൽ ബാക്കിയുണ്ടായിരുന്നു. अब उसका बेटा साजन शहर के एक मशहूर कॉलेज में पढ़ रहा है. अब उसके बेटा साजन, लक्ष्मी का बेटा साजन शहर के एक मशहूर कॉलेज में पढ़ रहा है. लक्ष्मी एक बूढ़ा औरत है, अभी समझा, और उन्होंने क्या है, कोई किसी न किसी एक काम करने वाला है, और उनकी बेटा है साजन. उनकी बेटा साजन, उसका बेटा साजन क्या है, शहर के एक मशहूर कॉलेज में पढ़ रहा है. वही ये बात है. അവരുടെ മകനെ എവിടെ പഠിക്കണം? പട്ടണത്തിലെ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു കോളേജിലാണ് പഠിക്കുന്നത്. മഷഹൂർ എന്ന് പറഞ്ഞാൽ വഹി ഫേമസ് ആയിട്ടുള്ള, പ്രസിദ്ധമായിട്ടുള്ള. एक दिन शाम को लक्ष्मी अपना काम ख़त्म करके घर की तरफ लौट रही थी. एक दिन शाम को लक्ष्मी अपना काम ख़त्म करके घर के तरफ लौट रही थी. क्या है? एक दिन लक्ष्मी काम खलास कर कर अपनी शाम को, एक शाम को काम खलास कर कर अपनी घर से लौट रही थी. തൻ്റെ വീട്ടിലേക്ക് ജോലിയൊക്കെ അവസാനിപ്പിച്ചിട്ട് മടങ്ങി വരികയായിരുന്നു. रास्ते में उसकी पड़ोसिन साबिरा दौड़ती हुई आई और बहुत खुशी के साथ कहने लगी. रास्ते में, रास्ता तो क्या है? वही. अच्छा, रास्ते में उसकी पड़ोसिन साबिरा दौड़ती हुई आई. പടോസനായിട്ടുള്ള സാബിറ, പടോസൻ എന്ന് പറഞ്ഞാൽ അയൽവാസി സ്ത്രീ ആയിട്ടുള്ള, അയൽവാസി ആയിട്ടുള്ള സാബിറ ദൗഡ്ത്തി ഹുയി ആയി. ലക്ഷ്മിയുടെ അയൽവാസി സാബിറ ദൗഡ്ത്തി ഹുയി ആയി, ഓടി വന്നിട്ട് പറഞ്ഞു. എന്ത്? ഓടി വന്നു. और बहुत खुशी के साथ कहने लगे. बहुत खुशी के साथ, വളരെ സന്തോഷത്തോടു കൂടെ कहने लगे, പറയാൻ തുടങ്ങി. क्या कहने लगे? मुबारक हो लक्ष्मी चाची, മുബാറക് ഹോ ലക്ഷ്മി ചാച്ചി. അഭിനന്ദനങ്ങൾ ലക്ഷ്മി ചാച്ചി. ലക്ഷ്മി അഭിനന്ദനങ്ങൾ ലക്ഷ്മി ചാച്ചി. കുച്ച് സുനാ, കുച്ച് സുനാ, നിങ്ങൾ എന്തെങ്കിലും കേട്ടോ? കുച്ച് സുനാ, എന്തെങ്കിലും കേട്ടോ? തുമാരാ ബേട്ട കിസി ഇംതിഹാൻ മേ കാമയാബ് ഹുവാ ഹേ. തുമാരാ ബേട്ട കിസി एक ഇംതിഹാൻ മേ കാമയാബ് ഹുവാ ഹേ. കുച്ച് സുനാ അല്ലേ, എന്തെങ്കിലും കേട്ടോ? तो आपकी तुम्हारा बेटा किसी इम्तिहान में कामयाब हुआ. നിങ്ങളുടെ മകൻ സാജൻ കിസി एक ഇംതിഹാൻ മേ, ഏതാണെന്നറിയില്ല, ഏതോ ഒരു പരീക്ഷയിൽ, ഇംതിഹാൻ എന്ന് പറഞ്ഞാൽ പരീക്ഷ, പരീക്ഷയിൽ കാമയാബ് ഹുവ, വിജയിച്ചിട്ടുണ്ട്. വളരെ സന്തോഷത്തോടു കൂടെ പറഞ്ഞു. घर में गाँव वाले और ചാനൽ वाले आ गए हैं. വീട്ടിൽ നിന്നുണ്ട്. घर में ചാനൽ വാലെ और गाँव वाले सब आगे. എല്ലാവരും എന്താ ഇതിന് വീട്ടിൽ ചാനൽക്കാരും പിന്നെ പത്രക്കാരും അതുപോലെ ഗ്രാമവാസികൾ എല്ലാവരും വന്നിട്ടുണ്ടല്ലേ. വളരെ സന്തോഷത്തിൻ്റെ കാര്യമാണ്. ലക്ഷ്മി ചാച്ചി അറിഞ്ഞിട്ടുണ്ടോ? സാബിറ തും യേ ക്യാ കഹ രഹി ഹോ. അപ്പോൾ ലക്ഷ്മി ചാച്ചി ചോദിക്കുക, തും യേ ക്യാ കഹ രഹി ഹോ. ഇത് എന്താ സാബിറ ഈ പറയണ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അല്ലേ. തും യേ ക്യാ കഹ രഹി ഹോ, നീ എന്തായി പറയുന്നത് സാബിറ? हाँ लक्ष्मी चाची जल्दी घर पहुंचो तब पता चल जाएगा. എന്താണ്? हाँ लक्ष्मी चाची जल्दी घर जाओ, जल्दी घर पहुंचो तब पता चल जाएगा. जल्दी घर जाओ, उस वक्त आपको पता मिलेगा. क्या क्या बात है, आपको मिलेगा. എന്താ പറഞ്ഞത്? हाँ लक्ष्मी चाची, हाँ ശരിയാ ലക്ഷ്മി ചേച്ചി, ജൽദി घर पहुंचो, പെട്ടെന്ന് വീട്ടിലെത്താൻ നോക്ക് നിങ്ങൾ. तब पता चल जाएगा, मिल जाएगा. പത്ത ചൽ ജായേഗ, നിങ്ങൾക്ക് അപ്പം വിവരം കിട്ടും. പത്ത എന്ന് പറഞ്ഞാൽ വിവരം അല്ലേ, അതിനെക്കുറിച്ചുള്ള വിവരം നിങ്ങൾക്ക് വീട്ടിലെത്തിയാൽ കിട്ടും എന്ന് പറഞ്ഞു. ലക്ഷ്മി ഖുഷി ഔർ ഘബറാഹട്ട് കെ സാത്ത് ഘർ പഹുഞ്ചി. ലക്ഷ്മിക്ക് വളരെ സന്തോഷമായി. മകൻ പരീക്ഷ ജയിച്ച ആളാണല്ലേ. एक इम्तिहान में कामयाब हो गया अपने बेटा, वो बहुत खुशी के साथ घर पहुंची.
വളരെ സന്തോഷത്തോടു കൂടെ വീട്ടിലെത്തി. മാँ को देखकर साजन दौड़ते हुए आया. माँ को देखा घर में, और माँ को देखकर जल्दी से जल्दी क्या हो गया, दौड़ते हुए आया साजन दौड़ते हुए माँ के साथ आया. वो खुशी से फूले न समाया और कहने लगा, वो बहुत खुशी से कहने लगा, बहुत खुशी से फूले न समाया और कहने लगा. बहुत खुशी से, आपको मालूम होगा, बहुत खुशी से माँ से कहने लगा. क्या कहने लगा? अम्मी अम्मी. क्या कहने लगा? अम्मी मैं IAS पास हो गया हूँ, मैं IAS पास हो गया हूँ. अम्मी मैं IAS പാസ് हो गया हूँ. അമ്മേ ഞാൻ പിന്നെ IAS പാസ്സായി എന്ന് വളരെ സന്തോഷത്തോടു കൂടെ ലക്ഷ്മിയെ കണ്ട ഉടനെ സാജൻ ഓടി വന്ന് പറയാണ്, दोनों की आंखें भर आए. उतने में चैनल वालों ने माँ बेटे को घेर लिया और पूछने लगे. दोनों की आंखें भर आई. वो बहुत खुशी से अपने आंखों से क्या आया, आंसू आया. दोनों की आंखें भर आई. उतने में चैनल वालों ने माँ बेटे को घेर लिया और पूछने लगा. അപ്പോഴേക്കും എന്ത് ചെയ്തു? അവർക്ക് നല്ല സന്തോഷമായി കേട്ടപ്പോൾ, അമ്മക്ക് കേട്ടപ്പോൾ IAS പാസ്സായി എന്ന് കേട്ടപ്പോൾ അമ്മക്ക് മകനൊക്കെ കണ്ണു നിറഞ്ഞു സന്തോഷം കൊണ്ട്. അപ്പോഴേക്ക് ചാനൽക്കാരൊക്കെ എല്ലാവരും ഇങ്ങനെ ചുറ്റും വളഞ്ഞിട്ട് അവർ ചോദിക്കാൻ തുടങ്ങി, ചാനൽ പ്രവർത്തകരൊക്കെ ചോദിക്കാൻ തുടങ്ങി, ആപ്കി ഇസ് അസീം കാമിയാബി കെ പീछे കിസ്കാ ഹാത്ത് ഹേ, ആപ്കി ഇസ് അസീം കാമിയാബി കെ പീछे കിസ്കാ ഹാത്ത് ഹേ. ചോദിക്കാൻ തുടങ്ങാൻ രണ്ടാളോടും കൂടെ ആയിട്ടല്ലേ. മറ്റേ സാജനോട് ചോദിക്കണത് ആപ്കി ഈ അസീം കാമിയാബി, ഈ വളരെ ഭയങ്കര എന്താ പറയുക ശ്രേഷ്ഠമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ ഉയർന്ന രീതിയിലുള്ള ഈ കാമിയാബി, ഈ വിജയത്തിൻ്റെ പിന്നിൽ ആരുടെ കരങ്ങളാണ്, ആരുടെ കൈകളാണ് ഉള്ളത്? സാജനെ മാക്കി തറഫ് ഇഷാര കർത്തെ ഹുയെ കഹാ. ക്യാ? സാജനെ മാക്കെ തറഫ് ഇഷാര കർക്കെ, മാക്കെ തറഫ് ഇഷാര കർക്കെ करते हुए और करते हुए कहा. അമ്മയുടെ ഭാഗത്തേക്ക് ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, मेरी सारी कामयाबों की हकदार सिर्फ मेरी माँ है, मेरी माँ. क्या किया? साजन ने माँ की तरफ इशारा किया और कहा, मेरी सारी कामयाबों की हकदार सिर्फ मेरी माँ है, मेरी माँ है. എൻ്റെ എല്ലാ വിജയങ്ങളുടെയും ഒരേ ഒരു അവകാശം ആരാണ്? എൻ്റെ ഈ അമ്മയാണെന്ന് അമ്മയെ ചൂണ്ടിക്കാണിച്ചിട്ട് പത്രക്കാരോട് പറഞ്ഞു. പത്രക്കാർ ചോദിച്ചു, അച്ഛാ വോ കൈസേ, എങ്ങനെ, അതെങ്ങനെ ഉണ്ടാവുന്നത് ഒന്ന് പറഞ്ഞു തരൂ. അപ്പം സാജൻ പറഞ്ഞു കൊടുക്കണത്, മാ ഷഹർ में दुकानों की सफाई के लिए जाया करती थी. माँ शहर में दुकानों की सफाई के लिए, माँ का काम अभी बोल रहा है, माँ शहर में दुकानों की सफाई के लिए जाया करती थी. माँ क्या काम किया था? शहर में दुकानों की सफाई का काम किया था. എന്താണ്? തൻ്റെ അമ്മ എങ്ങനെയാണ് മക്കളെ പോറ്റിയിരുന്നത്? ടൗണിൽ പോയിട്ട്, ഷഹറിൽ പോയിട്ട്, പട്ടണത്തിൽ പോയിട്ട് അവിടുത്തെ കടകളൊക്കെ സഫായി ചെയ്തിട്ടാണ്, ക്ലീൻ ചെയ്തിട്ടാണ് അവർ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നത്. ബഡീ മുഷ്കിൽ സെ ഘർ കെ അഖ്റാജാത്ത് और मेरी पढ़ाई के लिए रुपया जमा करती थी. मेरा माँ बहुत मुश्किल से घर के अखराजात के लिए और मेरी पढ़ाई के लिए पैसा जमा करती थी. क्या है अखराजात? ചിലവുകൾ അല്ലേ, വീട്ടു ചിലവുകൾ. ബഡീ മുഷ്കിൽ സെ ഘർ കെ അഖ്റാജാത്ത്, വളരെ പ്രയാസപ്പെട്ടിട്ടാണ് വീട്ടു ചിലവുകൾക്ക് വേണ്ടിയിട്ടും, और मेरी पढ़ाई के लिए रुपया जमा करती थी. എൻ്റെ അമ്മ വളരെ പ്രയാസപ്പെട്ടിട്ടാണ് എന്നെ പഠിപ്പിക്കാനുള്ള പൈസ ഒക്കെ ഉണ്ടാക്കിയിരുന്നത്. ആജ് മേരി മാँ की मेहनत रंगीलाई है. आज मेरी माँ की मेहनत रंगीलाई है. ഇന്ന് എൻ്റെ അമ്മയുടെ മെഹനത്ത് രംഗിലായി ഹേ, അധ്വാനം എന്തായിട്ടുണ്ട്? ഫലം കണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. मेरी माँ की मेहनत रंगीलाई है. मेरी माँ बहुत मुश्किल से शहर में जाकर दुकानों के सफाई का काम किया था और बहुत मुश्किल से मेरा पढ़ाई के लिए और हमारा घर के अखराजात के लिए पैसा जमा किया था. बल्कि आज क्या हो गया? एक अच्छा बात हो गया. क्या? आज मेरी माँ की मेहनत क्या हो गया? रंगीलाई है. आज मेहनत को एक फल मिला हो गया, फल मिला. अखबार और चैनल वालों ने कई सवालात किए.
अखबार और चैनल वालों ने क्या है अखबार पत्रकार ले अखबार और चैनल वालों अखबारों ചാനൽക്കാരും എന്തായി കൈ സവാലാത് കിയെ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു ലക്ഷ്മി അപ്പിനി കഹാനി ജസ്ബാത്തി അന്ദാസ് മേ കഹനെ ലഗെ അപ്പോൾ ലക്ഷ്മി എന്ത് ചെയ്തു തൻ്റെ കഹാനി ലക്ഷ്മി അപ്പിനി കഹാനി തൻ്റെ കഥ ബഹുത് ജസ്ബാത്തി അന്ദാസ് മേ കഹനെ ലഗെ വളരെ ഹൃദയസ്പർശമായ രീതിയിൽ എന്ത് ചെയ്തു അന്ദാസ് മേ കഹനയിലേക്ക് അങ്ങനെയുള്ള ആ ഒരു രീതിയിൽ വളരെ നല്ല രീതിയിൽ അത് പറയാൻ തുടങ്ങി പത്രക്കാരോടായിട്ട് പറയാൻ തുടങ്ങി എന്നുള്ളതാണ് ठीक है अभी समझा आपको ये कहानी क्या है और उसका बाकी भी है बाकी हमको अगला क्लास में देखेंगे आज इतना बस काफ़ी है क्या हो गया इसमें क्या है लक्ष्मी एक बूढ़ी औरत है और उन्होंने अपनी बेटा यानी बच्चों का पढ़ाई के लिए और घर के अखराजात के लिए काम करने वाली है क्या काम करता है वो शहर में जाकर दुकानों की सफाई का काम करता है കടകളിലൊക്കെ പോയിട്ട് പട്ടണങ്ങളിൽ പോയിട്ട് കടകളിലുള്ള പിന്നെ ക്ലീനിങ് ജോലിയൊക്കെ ചെയ്തിട്ടായിരുന്നു ലക്ഷ്മി തൻ്റെ വീട്ടു ചെലവുകളിലേക്കും തൻ്റെ കുട്ടികളുടെ പഠനങ്ങളിലേക്കുമുള്ള പണം കണ്ടെത്തിയിരുന്നത് ഐസി उनका बेटे का साजन क्या हो गया IAS पास हो गया उस वक्त उनके घर में ज़्यादा अखबार और चैनल वालों ने आ गया അല്ലേ അവരെന്ത് ചെയ്തു അത്രയും പ്രയാസപ്പെട്ട് പഠിപ്പിച്ച തൻ്റെ മകനായിട്ടുള്ള സാജൻ IAS പാസ്സായപ്പോൾ അവിടെ ആരൊക്കെ വന്നു പത്രക്കാരും ചാനൽക്കാരും ഒരുപാട് വരുമെന്ന് അല്ലേ അങ്ങനെ പത്രക്കാർ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടാവും അല്ലേ चैनल वालों क्या हो गया साजन और माँ से क्या ज़्यादा सवालात पूछा होगा वो उस वक्त क्या सवालात पूछा हुआ है उधर एक सवाल है अखबार वालों ने साजन से और क्या सवालात पूछे होंगे एक सवाल देखा अभी आपको देख सकता है अखबार वालों ने साजन से और क्या सवालात पूछे होंगे പത്രക്കാരായിട്ടുള്ള ആളുകൾ ചോദിച്ചു ആരാണ് നിന്റെ വിജയത്തിന് പിന്നിൽ എന്ന് ചോദിച്ചു അല്ലേ ഉസ് കാമിയാബിക്ക് पीछे किसका हाथ है पूछा उस वक्त उन्होंने बताया सिर्फ इसके हकदारी मेरा कामयाबी के हकदारी मेरी माँ है എൻ്റെ വിജയത്തിൻ്റെ അവകാശി ആരാണ് എൻ്റെ അമ്മയാണെന്ന് പറഞ്ഞു അല്ലേ और क्या सवालात पूछे होंगे साजन से സാജനോട് മറ്റെന്തൊക്കെ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടാവും അല്ലേ എന്തൊക്കെ ചോദിക്കാം നിങ്ങൾ എങ്ങനെയാണ് പഠിച്ചത് അതുപോലുള്ള ആരാണ് മറ്റു സഹായങ്ങൾ നൽകിയത് നിങ്ങളുടെ ലക്ഷ്യം എന്തായിരുന്നു ഇനി നിങ്ങളുടെ പ്ലാൻ എന്താ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചോദിക്കാം അല്ലേ അങ്ങനെ എന്തൊക്കെ പത്രക്കാർ ചോദിച്ചിട്ടുണ്ടാവും എന്നുള്ളത് നിങ്ങളൊന്ന് എഴുതിയിട്ട് ഒന്ന് വാട്സപ്പ് ചെയ്യാം ഓക്കെ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം ഓക്കെ ഫിർ മിലേംഗെ ഖുദാ ഹാഫിസ് ശുക്രിയ